ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു വെറൈറ്റി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള, കുടിക്കാനും ടേസ്റ്റ് ഉണ്ട്, അതുപോലെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ നീര് ഞാൻ അരിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കുരുവൊന്നുമില്ലാതെ അരിച്ചെടുത്തിട്ടുള്ള നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഞാനിതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഒരു കുക്കുംബറിൻ്റെ പകുതിയാണ് കേട്ടോ ഇത്, ചെറിയ കുക്കുംബർ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പുതിനയിലുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ളി ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ ഒരു 1-2 ഏലക്ക ഒന്ന് ചതച്ചെടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കുറച്ച്. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിലല്ല കേട്ടോ അടിച്ചെടുത്തിട്ടുള്ളത്, സാധാരണ വെള്ളത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്